വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ അന്വേഷണത്തിന് വിദഗ്ധ സമിതിയെ നിയോഗിച്ച സംസ്ഥാന സർക്കാർ. 5-അംഗ സമിതി മണ്ണിടിച്ചിലിന്റെ കാരണങ്ങൾ അന്വേഷിക്കും. കരാർ വ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ടോ എന്നും സംഘം പരിശോധിക്കും. അതേസമയം കാണാതായ ഹിമാചൽ പ്രദേശ് സ്വദേശി വിക്രം റാണയ്ക്കായി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സോൺ 1, 2 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. മണ്ണിടിച്ചിലിൽ 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. രമ്യദാസ് വിവരങ്ങളുമായി ചേർന്നു. രമ്യ, ഈ സമിതിയുടെ പ്രധാനപ്പെട്ട അന്വേഷണ വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം ഇന്ന് ഏത് രീതിയിലാണ് അവിടെ തെരച്ചിൽ പുരോഗമിക്കുന്നത്? ഗൗതം, പ്രധാനമായും ഈ തുരങ്കത്തിന്റെ തുടക്ക ഭാഗത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വിശദമായി തന്നെ ഈ വിഷയങ്ങൾ പരിശോധിക്കാനാണ് സംസ്ഥാന സർക്കാർ 5-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത്. അതായത് ഈ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടോ എന്നായിരിക്കും പ്രധാനമായിട്ടും അന്വേഷിക്കുക. വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയോട് കൂടിയാണ് ഈ 5-അംഗ സമിതിയെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. ഈ ജിയോളജിസ്റ്റ് ആയിട്ടുള്ള CP രാജൻ ഉൾപ്പെട്ട സമിതിയാണ് ഇത്തരത്തിൽ ഈ അന്വേഷണമെല്ലാം നടത്തുന്നത്. അതായത് ഇത്തരത്തിൽ എന്താണ് ദുരന്തമുണ്ടാകാൻ കാരണമെന്നുൾപ്പെടെയുള്ള വിശദമായ അന്വേഷണങ്ങൾ ഈ സംഘം നടത്തുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ കാണാതായ ഒരാൾക്ക് വേണ്ടിയുള്ള ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് ബാക്കി 4 പേരെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ഈ 5-ാം ദിവസമാണ് ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. വിക്രം സിംഗ് റാണയാണ്. ഇദ്ദേഹത്തെയാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസവും വിശദമായി തന്നെ തിരച്ചിലെല്ലാം നടത്തിയിരുന്നു. ഈ മണ്ണിടിച്ചിലുണ്ടായ ഭാഗങ്ങളിലെ 1-ഉം 2 സോണുകളാക്കി തിരിച്ചായിരുന്നു ഈ മീനാക്ഷി പുഴയിലും അതുപോലെ തന്നെ ഈ മീനാക്ഷി പാലത്തിന് സമീപം ഈ ചൂരൽമല റോട്ടിലുമെല്ലാമാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പരിശോധന നടത്തിയിരുന്നത് പ്രധാനമായിട്ടും. കൂടാതെ തന്നെ ഈ മണ്ണിടിച്ചിൽ പ്രദേശത്തെ സോണുകളായി തിരിച്ചുകൊണ്ടും 2-4 സോണുകളായി തിരിച്ചുകൊണ്ട് മണ്ണുമാന്തി എന്നും ഉപയോഗിച്ചെല്ലാം തന്നെ തിരച്ചിലെല്ലാം നടത്തിയിരുന്നു. പക്ഷേ ഈ പരിശോധനകളിലൊന്നും തന്നെ ഇദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെയാണ് വിശദമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നിന്നും സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ. രമ്യദാസാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.